ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. AZB അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേരള PSC നിയമനം നടക്കുന്ന ഒരു ഡിഗ്രിക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരുമോ? അതുപോലെ തന്നെ ലാസ്റ്റ് എക്സാം എപ്പോഴായിരുന്നു ആൻഡ് അഡ്വൈസ് എത്രയായിരുന്നു, ആൻഡ് ഇനി നോട്ടിഫിക്കേഷൻ കാലാവധി മീൻസ് അതുപോലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എപ്പോഴുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു AZB അക്കാഡമി. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, PSC വിടുന്നത്. അതായത് ഒന്ന് നമുക്ക് മെയിൻ ആയിട്ടും, അതായത് ഈ ഒരു പോസ്റ്റില് നമുക്ക് KSFE, KCB തുടങ്ങിയ മേഖലയിലേക്ക് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷനും, അതുപോലെ നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള KSRTCയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള വേറൊരു ലെവൽ നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയാണ് PSC നോട്ടിഫിക്കേഷൻ വിടുന്നത്. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ്, അതുപോലെ KCB, ദെൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തുടങ്ങിയ കെൽട്രോൺ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഇതിന്റെ എല്ലാം മേഖലയിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്സ് എക്സെട്ര തുടങ്ങിയ പോസ്റ്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ നോട്ടിഫിക്കേഷൻ വന്നത് 28/2/2028 ഫെബ്രുവരി 28-ാം തീയതിയായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ദെൻ എക്സാം നമുക്കറിയാം, പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നു 23-24, അതായത് 2024 കൂടിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വെളിയിലേക്ക് വിടുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുവാണെങ്കിൽ യെസ്, 13/3/2024 ഈ ഒരു ലെവലിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാറ്റഗറി നമ്പറിലേക്കുള്ള പോസ്റ്റുകളുടെ റാങ്ക് ലിസ്റ്റ് PSC പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു 2024 റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ PSCയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അതായത് 2027, അതായത് 13/3/2027 ആകുമ്പോൾ പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ നിലവിൽ വരണം, അല്ലെ? അപ്പൊ 2027 നമുക്ക് വരണമെങ്കിൽ ഓൾറെഡി നമുക്ക് PSCയുടെ എക്സാം കലണ്ടർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2025 ഡിസംബർ, അതായത് ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് എങ്കിലും നോട്ടിഫിക്കേഷൻ PSC വെളിയിലേക്ക് വിടണം. അങ്ങനെ 2025 നോട്ടിഫിക്കേഷൻ വിട്ടാൽ 2026 തന്നെ എന്ത് നടത്തണം, പ്രിലിംസും മെയിൻസും നടത്തണം. ഇപ്പൊ നമുക്കറിയാം PSC ഡിഗ്രി ലെവൽ പോലുള്ള പരീക്ഷകളൊക്കെ നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ PSC നടത്താറുണ്ട്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിലിംസ് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസത്തേക്ക് ആകുമ്പോഴത്തേക്കും പ്രിലിംസ്, അതായത് ഓഗസ്റ്റ് 2026 പ്രിലിംസ്, സെപ്റ്റംബർ ഒക്ടോബർ നെക്സ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ആ വർഷം തന്നെ മെയിൻസും നടത്തിയാലാണ് 2026 എന്ത് ചെയ്യുള്ളൂ, പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് PSCക്ക് വിടാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? ഇനി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇതിപ്പോ 2025 ആണ്. 2024 ഇതിപ്പം ജൂൺ മാസമാകുമ്പോൾ 1.5 വർഷത്തിനുള്ളിൽ ഈ ഒരു മേഖലയിലേക്ക് അഡ്വൈസ് പോയിട്ടുള്ളത്, അതായത് ടോട്ടൽ 1353 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ കിടക്കാണ്. അപ്പൊ എന്തുണ്ട്, ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ, അല്ലെങ്കിൽ ഇനിയും നമുക്ക് അഡ്വൈസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇരട്ടി അധികം അല്ലെങ്കിൽ ഇരട്ടിയിലധികം എന്തുണ്ട്, നമുക്ക് അഡ്വൈസ് വരാനുള്ള സാധ്യത ഈ ഒരു മേഖലയിലുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് KSRTCയിലേക്ക്, കേരള ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സെയിം തന്നെ നമുക്ക് 2021 അതായത് ഡിസംബറിലാണ്, ഡിസംബർ മാസം അവസാനം 2021 ഈ ഒരു കമ്പനി ബോർഡ് KSRTCയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സെയിം തന്നെയാണ്, നമുക്ക് എക്സാം നടന്ന് എല്ലാം കഴിഞ്ഞു വന്നപ്പം 2024 ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്നത്.
സെയിം തന്നെ ഇവിടെയും ആ ഒരു പ്രോസസ്സ് നടന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് 2027 ആകുമ്പോഴത്തേക്കും വരണം അല്ലെ. അപ്പൊ നിലവില് നമുക്ക് ഈ ഒരു മേഖലയിൽ ലാസ്റ്റ് പോയിരിക്കുന്ന അഡ്വൈസ് 691. ഓക്കെ, അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് ഇത്രയും പോയിട്ടുണ്ട്. 26 നമുക്ക് എക്സാം, പ്രിലിംസ്, മെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്തി 2027 എന്ത് വരണം, നമുക്ക് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വെളിയിൽ വരണം അല്ലെ. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം നമുക്കിപ്പോ 2025 ജൂൺ മാസമേ ആയിട്ടുള്ളൂ അല്ലെ. ഇനി അടുത്ത മാസം നമുക്കൊരു ഏപ്രിൽ, മെയ് അല്ലെ, ഞാൻ പറഞ്ഞു ജൂൺ നമുക്ക് ഓഗസ്റ്റിലൊക്കെ എക്സാം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇപ്പോഴേ സമയമുണ്ട്. അതായത് കുറേശ്ശെ ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് പഠിക്കാം എന്ന് പറയുന്നതിനേക്കാളും ഇപ്പോൾ ഓൾറെഡി KS ഒക്കെ എക്സാം എഴുതി, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നമ്മളുടെ സെക്രട്ടേറിയറ്റ് ഒക്കെ എഴുതി വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇനി PSCക്ക് പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സമയമാണിത്. ഇപ്പോഴേ മുതൽ കുറേശ്ശെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇത് വളരെ ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ ലോങ് ടൈം ബാച്ചുമായിട്ട് വരികയാണ്. അതായത് ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്നത് എല്ലാവർക്കും എന്തും പഠിക്കാം. ഒരു ദിവസം എന്തുമാണ് കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് 3 ക്ലാസ്സുകൾ, അതിന്റെ PDF, അതിന്റെ തന്നെ ഡിഗ്രി ലെവൽ മോക്ക് ടെസ്റ്റുകൾ. ദെൻ സ്റ്റാൻഡേർഡ് നമുക്ക് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. Day 1, Day 2, Day 3 അങ്ങനെ ഓരോരോ ദിവസവും നിങ്ങൾക്ക് കൃത്യമായി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചു പോകാം. അതുപോലെ തന്നെ ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് സെയിം ലെവൽ ഓഫ് തിങ്കിങ് ഉള്ള ആളുകളുടെ കൂടെ ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാവും കേട്ടോ. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ മറ്റുള്ളവരോട് നീ പഠിക്കുന്നുണ്ടോ, പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള പഴമയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതും നമ്മളുടെ ജോലി അല്ലെങ്കിൽ എന്നുള്ളത് എൻ്റെ ജോലി എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുപോലെ നിങ്ങളുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. ഇപ്പോഴേ മുതൽ പഠിച്ചു തുടങ്ങുക. കൃത്യമായ സ്റ്റഡി പ്ലാനോട് പഠിച്ചു മുന്നേറി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു ഗവൺമെന്റ് ജോലി സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.